കെ ഹരിദാസ് കൂടിയുണ്ട്, പ്രോപ്പർ ചാനൽ നേതാവ്. ഇപ്പോൾ ശ്രീ ഹരിദാസ് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ പരിരക്ഷ എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ആദ്യ ഗഡുവായി ബജറ്റ് നീക്കിവെക്കുന്നത് 10 കോടി രൂപയാണ്. ഇവിടെ ഇതാ വിവരാവകാശ വിവരപ്രകാരം ഓരോ വർഷവും MLA-മാർ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് 2 കോടിയോളം രൂപയാണ്. മുൻ MLA-മാർ അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് 6 കോടിയോളം രൂപയാണ്. 5 വർഷത്തിനിടെ ഏതാണ്ട് 40 കോടിയോളം രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെട്ടു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരം ഇൻഷുറൻസ് പരിരക്ഷയുടെ ഗണത്തിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ തുകയിൽ വലിയ കുറവ് വരുത്താൻ സാധിക്കില്ലേ? നോക്കൂ അഭിലാഷ്, ഈ പ്രഹസനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് പ്രലോഭനങ്ങൾ നിരത്ത വോട്ടർമാരുടെ മുമ്പിൽ. അപ്പൊ ഈ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ കയറേണ്ടത് കേരളത്തിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാരണം 10 വർഷത്തെ ദുർഭരണം LDF-ന്റെ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും, കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരടക്കം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അതിന് ഇത്തരത്തിലുള്ള ജനങ്ങളെ നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം പ്രലോഭനങ്ങൾ നൽകിയിട്ട് വോട്ട് വാങ്ങുന്ന ഒരു പ്രവണതയാണ് ഈ UDF സർക്കാർ ചെയ്തത്. അതിലൊന്നാണ് ഈ KSRTC-യിൽ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ പരിമിതപ്പെടുത്തിയിട്ട് കുറച്ച് ബസ്സുകളിൽ മാത്രമാക്കേണ്ടി വന്നത് അതിന്റെ ഒരു കാര്യത്തിലാണ്. കാരണം ഈ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകുമ്പോൾ അത് ഏത് പരിധിയിൽ നിർത്തുമെന്നുള്ളത് പറഞ്ഞിരുന്നില്ല. എല്ലാ ബസ്സുകളിലും എന്ന നിലയ്ക്ക് KSRTC-യിൽ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് അതിനെ പരിമിതപ്പെടുത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എന്തിനാണ് ഇവർ ഈ സംസ്ഥാന സർക്കാർ ഈ ആരോഗ്യ പരിരക്ഷ നൽകുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം 38% യുവാക്കള് ഇവിടുത്തെ IT മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ IT കമ്പനികളെല്ലാം തന്നെ ഒട്ടും മോശമല്ലാത്ത തുകയ്ക്ക് ഈ യുവാക്കൾക്കൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ നൽകിയിട്ടുണ്ട്. ഇവിടെ ആരാണ് ബുദ്ധിമുട്ടുന്നത്? യഥാർത്ഥത്തില് BPL കുടുംബങ്ങള് ഇവിടുത്തെ ചികിത്സയുടെ കാര്യത്തില് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടാത്ത ചികിത്സയ്ക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രി തികച്ചും അന്യമാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം 500 രൂപയാണ് OP-യിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ. അതും 8 ദിവസത്തേക്കും 10 ദിവസത്തേക്കും 12 ദിവസത്തേക്കുമായിട്ട് അതിന്റെ കാലാവധി പരിമിതപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഈ അവസ്ഥ ഇതൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ മന്ത്രിമാരും MLA-മാരും ഇത്തരത്തിൽ വലിയൊരു തുക മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് വാങ്ങുന്ന അവസ്ഥ ഒഴിവാക്കാൻ സർക്കാർ ആദ്യം കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ നോക്കൂ, 2ാം പിണറായി വിജയൻ സർക്കാരിലെ ഒരു നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി കേവലം 18 മാസം കൊണ്ട് 47 ലക്ഷം രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത്. അദ്ദേഹത്തെ പോലൊരു വൃദ്ധൻ, അങ്ങേയറ്റം നമ്മൾ പറയില്ലേ വാർദ്ധക്യം ബാധിച്ച ഒരു വ്യക്തി, ഇലക്ട്രിസിറ്റി ജനങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല അദ്ദേഹത്തെ MLA ആക്കിയത്. അദ്ദേഹം കേവലം 18 മാസം കൊണ്ട് മേടിച്ച കണക്ക് എനിക്ക് കിട്ടിയത് 47 ലക്ഷം രൂപയാണ്. ആ 18 മാസം കൊണ്ട് പിണറായി വിജയൻ ഏകദേശം 52 ലക്ഷം രൂപ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ? നമ്മളെ ഭരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മന്ത്രിമാരും MLA-മാർക്കും ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, അത് തുക എത്രയോ ആവട്ടെ, മാസം സർക്കാർ അടയ്ക്കട്ടെ. അത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ MLA-മാർ ഈ മേടിക്കുന്ന തുകയ്ക്കൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ് വേണ്ടത്. കാരണം ഇവർ മേടിക്കുന്ന തുക നമ്മൾ നികുതി അടയ്ക്കുന്ന പൈസയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഇത്തരത്തിൽ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ്, ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു TV-യിൽ പറയാൻ പാടുമെന്നറിയില്ല, വീട്ടിൽ വാങ്ങുന്ന സാനിറ്ററി നാപ്കിന്റെ ബിൽ പോലും മെഡിക്കൽ ബില്ലാക്കി വാങ്ങിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്, എനിക്ക് മെഡിക്കൽ ഷോപ്പ് പരിചയമുള്ള മെഡിക്കൽ ഷോപ്പുകാർ പറയുന്നതാണ്, ഇവിടെ നിന്ന് MLA-മാര് സാനിറ്ററി നാപ്കിൻ മേടിച്ച് അതിന് ഞങ്ങൾ കൊടുക്കുന്നത് ഈ മരുന്നിന്റെ ബില്ലാണെന്ന്. അത്തരത്തിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ഈ ജനപ്രതിനിധികൾക്കാവാത്ത വിധത്തില് അവർക്കാണ് ആദ്യമായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ടുവന്നിട്ട് 5 പൈസ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് സർക്കാർ ഖജനാവിൽ നിന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കണം. അതുമാതിരി തന്നെ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിമാർക്കും വിദേശ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണം നൽകാൻ സാധിക്കില്ല. അതിന് ഇവിടുത്തെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഇന്ത്യയിൽ കിട്ടാത്ത എന്ത് ചികിത്സയാണ് വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുക? നമ്മുടെ ഇന്ത്യയിൽ കിട്ടാത്ത എന്ത് സൗകര്യങ്ങളാണ് വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുക? അതുകൊണ്ട് ഇന്ത്യയിൽ ചികിത്സിക്കാൻ മന്ത്രിമാരും MLA-മാരൊക്കെ തയ്യാറാവണം. നമുക്ക് അതിന് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവരണം. അല്ലാതെ കേരളത്തിലെ ഇവിടുത്തെ നോക്കൂ, ഇവിടെ 3 മെഴ്സിഡീസ് ബെൻസും 2 BMW കിടക്കുന്ന ഒരു വീട്ടിലെ ആളുകൾക്ക് കൂടി സംസ്ഥാന ഖജനാവിന്റെ പൈസ എടുത്തുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ നൽകും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് എന്ന വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ? അതിന്റെ ആവശ്യം എന്താണുള്ള അഭിലാഷേ? ഒരു കാരണവശാലും അത്തരത്തിൽ മുഴുവൻ ജനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകേണ്ട ഒരു സംസ്ഥാനമല്ല കേരളം. കാരണം ഇവിടുത്തെ 40% ജനങ്ങള്
മിനിമം വരുമാനത്തിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ട് അവർക്കൊന്നും നൽകാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതിന്റെ ഒപ്പം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് പരിപാടി നിർത്തിവെക്കണമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ഹരിദാസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.